ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. അതുപോലെ കഥാസാഗരമായിട്ട് എത്തിയിരിക്കുകയാണ്. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി രണ്ട് വാക്ക്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങൾ. അപ്പോൾ ഇന്ന് ഏത് കഥയാണ്? ഇന്ന് ഞാനൊരു ജാതക കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ജാതക കഥകൾ എന്താണെന്ന് പലർക്കുമൊക്കെ അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്. ശ്രീബുദ്ധൻ്റെ അവതാര കഥകളാണ് ജാതക കഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജാതക കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? വൈകണ്ട അല്ലേ? ചെറിയൊരു കഥയാണ്, കേട്ടോളൂ. അതായത് നമ്മുടെ ശ്രീബുദ്ധൻ പിറക്കുന്നതിന് മുമ്പ് ബോധിസത്വൻ 546 തവണ ജന്മമെടുത്തിട്ടുണ്ട്. അതിൽ പക്ഷികളും മൃഗങ്ങളും കടൽ ജീവികളും മനുഷ്യരുമൊക്കെ പെടും. അതിലൊന്നാണ് യവമജകം എന്ന ഗ്രാമത്തിലെ വ്യാപാരിയായ ശ്രീവർദ്ധനൻ്റെ മകനായുള്ള ജനനം. കുട്ടിക്കാലം മുതൽ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിലായിരുന്നു ബോധിസത്വൻ്റെ പെരുമാറ്റം. അതുകൊണ്ട് കുട്ടികളെപ്പോലെ മുതിർന്നവരും ബോധിസത്വനെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ബോധിസത്വൻ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ കുറേ ആൾക്കാർ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് ഓടുന്നത് കണ്ടു. എന്തിനാണ് ഓടുന്നത്? ബോധിസത്വൻ കൂട്ടത്തിലെ ഒരു കുട്ടിയോട് ചോദിച്ചു. വലിയൊരു കഷ്ണം ഇറച്ചി എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരുന്തിനെ കണ്ടില്ലേ? ആ ഇറച്ചിക്കടയിൽ നിന്ന് റാഞ്ചിയതാണത്, അതിനു വേണ്ടിയാ ഓടുന്നത്, കുട്ടി പറഞ്ഞു. അത്രയേ ഉള്ളൂ, അത് നിങ്ങൾക്ക് ഞാൻ തിരിച്ചെടുത്ത് തരാം. ബോധിസത്വൻ പരുന്തിൻ്റെ നിഴലിൽ ചവിട്ടിക്കൊണ്ട് അതിൻ്റെ കൂടെ ഓടി. ഒപ്പം വലിയ ശബ്ദമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പരുന്ത് അത് കണ്ട് ഭയന്നു, ഇറച്ചിയിലെ പിടിവിട്ടു. ഇറച്ചിയുടെ നിഴൽ നോക്കി അത് തറയിൽ വീഴാതെ ബോധിസത്വൻ പിടിച്ചു. മിടുക്കൻ തന്നെ ബോധിസത്വൻ. കുട്ടികളും മുതിർന്നവരും ബോധിസത്വനെ ഒരുപോലെ അഭിനന്ദിച്ചു. ഈ വിവരം രാജാവും അറിഞ്ഞു. അദ്ദേഹം തൻ്റെ മന്ത്രിയായ സേനകനോട് പറഞ്ഞു, ബോധിസത്വൻ എന്നൊരു ബാലനെക്കുറിച്ച് നാം കേട്ടു. അവൻ വളരെ ബുദ്ധിമാനാണെന്ന് തോന്നുന്നു. നമുക്കവനെ ഒന്ന് കാണണം. അത് കേട്ടപ്പോൾ മന്ത്രി ഒന്ന് വല്ലാതായി. ബോധിസത്വനെ പോലെ ബുദ്ധിയുള്ള ഒരാളെ രാജാവ് പരിചയപ്പെട്ടാൽ തനിക്ക് പകരം അയാളെ മന്ത്രിയാക്കുമോ എന്ന് സേനകൻ ഭയന്നു. അതുകൊണ്ട് ഒരു രീതിയിലും രാജാവിനെ ബോധിസത്വനുമായി ബന്ധപ്പെടുത്തരുതെന്ന് അയാൾ തീരുമാനിച്ചു. അതൊന്നും വലിയ കാര്യമല്ല. ഒരു കഷ്ണം ഇറച്ചിപ്പരുന്തിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ആർക്കാണ് കഴിയാത്തത്? അവൻ ഇനിയും കഴിവ് തെളിയിക്കേണ്ടതുണ്ട്, സേനകൻ നിസാരമട്ടിൽ പറഞ്ഞു. സേനകൻ പറഞ്ഞത് ശരിയാണ്, നമുക്ക് ആ ബാലനെ നിരീക്ഷിക്കാം. രാജാവ് സമ്മതിച്ചു. അതാണ് ഉചിതമായ തീരുമാനം, സേനകൻ ആശ്വാസത്തോടെ പറഞ്ഞു. ബോധിസത്വനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞു വരാൻ രാജാവ് ചാരന്മാരെ നിയോഗിച്ചു. ഈ കേട്ടതാണ് ബോധിസത്വൻ്റെ ഒരു കഥ. പിന്നെ മറ്റൊരു കഥയുണ്ട്. അതെന്താണ്? അതെന്ന് പറയുന്നത് യവമജക ഗ്രാമത്തിൽ നന്ദൻ എന്ന ഒരു കർഷകനുണ്ടായിരുന്നു. അയാൾക്കാകെ ഉണ്ടായിരുന്ന സമ്പാദ്യം 2 കാളകളായിരുന്നു. ഒരു ദിവസം മേയാൻ വിട്ട് അയാളുടെ കാളകളെ ഒരു കള്ളൻ കട്ടുകൊണ്ടുപോയി. പിറകെ അന്വേഷിച്ചെന്ന നന്ദൻ കള്ളനെ പിടിച്ചുവെങ്കിലും കാളകളെ വിട്ടുകൊടുക്കാൻ കള്ളൻ തയ്യാറായില്ല. ഇതെൻ്റെ കാളയാണ്, കള്ളൻ പറഞ്ഞു. നുണ, ഇത് ഞാൻ മേയാൻ വിട്ട കാളകളാണ്, ഇങ്ങ് താടാത്. നന്ദൻ കാളകളുടെ കയറിൽ കടന്നു പിടിച്ചു. കള്ളൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. നാട്ടുകാരെ ഓടി വരണേ, പട്ടാപ്പകൽ എൻ്റെ കാളകളെ ഒരു കൊള്ളക്കാരൻ അപഹരിച്ചു കൊണ്ടുപോകുന്നേ. ആൾക്കാർ ഓടിക്കൂടി. പക്ഷേ സത്യമറിയാത്തതുകൊണ്ട് അവർക്ക് ആരുടെയും ഭാഗത്ത് നിൽക്കാനായില്ല. അതുകൊണ്ട് കള്ളൻ്റെയും നന്ദൻ്റെയും തർക്കം മുറുകിയതേ ഉള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് ബോധിസത്വൻ്റെ അരികെ പോവാം. സത്യം ആ കുട്ടി തെളിയിക്കും. അത് ശരിയാണ്, മറ്റുള്ളവരും സമ്മതിച്ചു. ഉടൻ തന്നെ കാളകളെ ബോധിസത്വൻ്റെ മുന്നിലെത്തിച്ചു. കള്ളനും നന്ദനും പറയുന്നത് ബോധിസത്വൻ ശ്രദ്ധിച്ചു കേട്ടു. അതിനുശേഷം കള്ളനെ അരികെ വിളിച്ച് ബോധിസത്വൻ രഹസ്യമായി ചോദിച്ചു, കാളയ്ക്ക് രാവിലെ എന്താണ് തിന്നാൻ കൊടുത്തത്? അത് കഞ്ഞിയും പരുത്തിക്കുരുവും പിന്നെ ഉഴുന്നുപയർ വേവിച്ചതും, കള്ളൻ പറഞ്ഞു. അതിനുശേഷം ബോധിസത്വൻ നന്ദനെ അരികെ വിളിച്ചു അതേ ചോദ്യം ചോദിച്ചു. ഞാൻ പ്രത്യേകിച്ചൊന്നും തിന്നാൻ കൊടുക്കാറില്ല.
മേയാൻ വിടുമ്പോൾ തിന്ന പുല്ലാണ് ഇവയുടെ ആഹാരം. നന്ദൻ ഉത്തരം പറഞ്ഞു. നന്ദൻ പറയുന്നു പുല്ലല്ലാതെ മറ്റൊന്നും അയാൾ കാളകൾക്ക് കൊടുത്തിട്ടില്ലെന്ന്. എന്നാൽ മറ്റേയാൾ പറയുന്നത് കഞ്ഞിയും പരുത്തിക്കുരുവും ഉഴുന്നുപയർ വേവിച്ചതും ഒക്കെ കാളകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ബോധിസത്വൻ ആൾക്കാരോട് പറഞ്ഞു. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ബോധിസത്വൻ ഇരുവരോടും ചോദിച്ചു. ശരിയാണ്, ഇരുവരും സമ്മതിച്ചു. ഉടൻ തന്നെ ചില മരുന്നുകൾ കലക്കി കാളകൾക്ക് കൊടുക്കാൻ ബോധിസത്വൻ ഏർപ്പാട് ചെയ്തു. അത് ഉള്ളിൽ ചെന്നതും കാളകൾ ഛർദ്ദിക്കാൻ തുടങ്ങി. അതിൽ പുല്ലല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കാളകൾ ആരുടേതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ബോധിസത്വൻ ചോദിച്ചു. നാട്ടുകാർ കള്ളനെ കൈയോടെ പിടികൂടി. എല്ലാവരും ബോധിസത്വനെ അഭിനന്ദിച്ചു. നന്ദൻ ബോധിസത്വന് നന്ദി പറഞ്ഞു. ഈ വിവരം രാജാവ് അറിഞ്ഞു. അദ്ദേഹം മന്ത്രിസേനകനോട് പറഞ്ഞു, ബോധിസത്വൻ സമർത്ഥൻ തന്നെ. ആ കുട്ടിയെ ഉടനെ ഇവിടെ വരുത്തണം. ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ആ കുട്ടിയെ അങ്ങ് ക്ഷണിച്ചു വരുത്തുന്നത് ഊഷ്ണമല്ല. ഇതിനേക്കാൾ വലിയ കഴിവ് കാട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം, മന്ത്രി പറഞ്ഞു. ശരിയാണ്, നമുക്ക് കാത്തിരിക്കാം, രാജാവ് പറഞ്ഞു. സേനകനും സന്തോഷമായി. ഇത്രയുമാണ് മറ്റൊരു ബോധിസത്വൻ കഥ. തൽക്കാലം ഞാനിവിടെ കഥ അവസാനിപ്പിക്കുകയാണ്. ബോധിസത്വൻ്റെ കഥ ഇനിയും തുടരും. മന്ത്രി രാജാവിനെ പിന്നെയും പറ്റിക്കും, അല്ലേ? രാജാവ് വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ചൊക്കെ ഇനിയുമുണ്ട് കഥകൾ. തൽക്കാലം ഞാൻ ഈ 2 സംഭവം പറഞ്ഞിട്ട് കഥ അവസാനിപ്പിക്കുകയാണ്. ഈ ബോധിസത്വൻ്റെ കഥ പറഞ്ഞ പോലെ നാം ജീവിതത്തിൽ ഇങ്ങനെ പരീക്ഷിക്കപ്പെടാറുണ്ട്. ചിലർക്ക് എത്ര പരീക്ഷിച്ചാലും മതി വരില്ല, അല്ലേ? അങ്ങനെ ഒരു കഥാപാത്രമാണ് മന്ത്രി. മന്ത്രിക്ക് സ്വാർത്ഥ താല്പര്യമുണ്ട്. രാജാവിൻ്റെ അടുത്തേക്ക് ബോധിസത്വൻ അടുക്കരുത്. അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്നൊക്കെയുള്ള വല്ലാത്തൊരു ഭയമാണ്. മനുഷ്യൻ്റെയൊക്കെ ഉള്ളിലുള്ള ഒരു ഭയമാണ്, അല്ലേ? ഞാൻ കഴിഞ്ഞ കഥയിലും ഈ ആർത്തിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗാഡ്ജറ്റുകളുടെ ആർത്തിയാണ് അതിനകത്ത് പ്രതിപാദിച്ചത്. ഈ പ്രാവശ്യം അധികാരത്തിൻ്റെ ആർത്തിയാണ്, അല്ലേ, നമ്മൾ പറയാൻ പോകുന്നത്. അധികാരം എല്ലായിടത്തും ഉണ്ട്. ഗൃഹങ്ങളിൽ അധികാരമുണ്ടല്ലേ, ഭാര്യയ്ക്ക്, അല്ലേ? ചിലപ്പോൾ ചില ഗൃഹങ്ങളിൽ ഭാര്യയ്ക്കായിരിക്കും കൂടുതൽ അധികാരം, ചില ഗൃഹങ്ങളിൽ ഭർത്താവിനായിരിക്കാം, ചില ഗൃഹങ്ങളിൽ കാരണവന്മാർക്കായിരിക്കാം അധികാരം എല്ലാ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ, കൂട്ടുകുടുംബം, മരുമക്കത്തായ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞല്ലേ. അമ്മാവൻ കാണും, അമ്മാവനായിരിക്കും കാരണവസ്ഥാനത്ത്. അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ, വല്ലാത്ത പരിതാപകരമായ അവസ്ഥ. അകത്ത്, അല്ലേ, വലിയ 4 കെട്ടുകളും 8 കെട്ടിലിൻ്റെ അകത്തൊക്കെ വീർപ്പ് മുട്ടുന്ന മനസ്സുകളുമായിട്ട് കഴിയുന്ന എത്രയോ പേർ, അമ്മാവൻ്റെ ശാസനകൾക്കനുസരിച്ച് ജീവിക്കുന്ന എത്രയോ പേർ. അവരുടെ ജീവിതത്തിലും പോലും തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ അമ്മാവന്മാരും, അല്ലേ, കാരണവന്മാരും ഒക്കെ ആയിരുന്നു. അതും, അല്ലേ, ഇന്നും നമ്മൾ കാണാം, അല്ലേ? ഇത് കണക്കുള്ള ഒരാളുടെ കഴിവ് അറിയിക്കാൻ സമ്മതിക്കത്തില്ല. എന്നുവെച്ചാൽ മറ്റൊരാളുടെ സ്ഥാനം പോകുമെന്നൊക്കെ മോഹിച്ചിട്ട് അയാളെ അങ്ങനെ പരിമിതപ്പെടുത്തി നിർത്തും. അതൊക്കെ ഉള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ്. ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, അധികാരക്കൊതികൾ. ഇന്നത്തെ അധികാരക്കൊതിയാണ് കാണിക്കുന്നത്. അധികാരം, അല്ലേ, വല്ലാത്ത മത്ത് പിടിപ്പിക്കുന്നതാണ്. അത് നഷ്ടപ്പെടുത്താൻ ആരും ആഗ്രഹിക്കത്തില്ല. കൂടുതൽ കൂടുതൽ അധികാരം എന്നിലോട്ട് വരണം, അതിന് എന്ത് കുത്സിത തന്ത്രങ്ങളുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലവും, അത് എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോഴല്ല, എല്ലാ കാലത്തും മനുഷ്യൻ്റെ മനഃശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതെല്ലാം, അല്ലേ? അധികാരത്തിനോടുള്ള കൊതി. പല കൊതികളുമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ, അല്ലേ, ഗാഡ്ജറ്റുകൾ നമ്മൾ വല്ലാതെ, അല്ലേ, ആകർഷിക്കുകയും നമ്മൾ അതിലും വളരെ ആസക്തിയോടെ നമ്മൾ സമയം ചെലവിടുകയൊക്കെ ചെയ്യുന്ന പോലെ, അല്ലേ? അധികാരത്തിലിരിക്കുന്നവർക്ക് പലരും, പ്രത്യേകിച്ച് വാർദ്ധക്യമൊക്കെ ആയാലും അധികാരത്തിലിരിക്കുന്നവർക്ക് അധികാരം കൈവിടാൻ വല്ലാത്തൊരു വിമിഷ്ടമായിരിക്കും. അധികാരം പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന വല്ലാത്ത വീർപ്പുമുട്ടൽ, തിരിച്ച് അധികാരത്തിലോട്ട് വരാനായിട്ടുള്ളവർ കാണിക്കുന്ന വ്യഗ്രത, അത് നിലനിർത്താൻ കാണിക്കുന്ന കുത്സിത പ്രവൃത്തികൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ അധികാരമൊന്നും. ചിലർക്ക് അധികാരത്തിൽ തന്നെ ഇരുന്ന് മരിക്കാനൊക്കെ വല്ലാത്ത ഇഷ്ടമാണ്. നമ്മൾ പല രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടില്ല, എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു അധികാര സ്ഥാനത്തിരിക്കണം, മരണം വരെ. അങ്ങനെ കൊതിക്കുന്ന എത്രയോ ഹൃദയങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ, അല്ലേ, ഇവിടെ ഒരു മന്ത്രിയുണ്ട് ഈ കഥയിൽ. അത് ഭരണത്തിൽ മാത്രമല്ല, ഓരോ സ്ഥാപനങ്ങളിലായാലും, അല്ലേ, ഏത് മേഖലയിലായാലും ഇത് ഇത്തരം ഒരു അധികാരക്കൊതി ഉണ്ടാവും. സിനിമാ മേഖലയിൽ കാണാറില്ല, വലിയ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞില്ലേ, സൂപ്പർ സ്റ്റാർഡം. അതിൽ നിന്ന് അവർ താഴെ വീഴാതിരിക്കാൻ അവർ നടത്തുന്ന, അല്ലേ, എത്രമാത്രം അധ്വാനവും, അല്ലെ, പരിശ്രമങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. മാർക്കറ്റിംഗ് തന്ത്രങ്ങളും PR തന്ത്രങ്ങളും ഒക്കെ നമുക്ക് കാണാം, അല്ലെ, സിനിമാ മേഖലയിൽ. അങ്ങനെ എല്ലാ മേഖലയിലും ഈ അധികാരം, അല്ലെ, ആ ഒരു സ്റ്റാറ്റസ് അവിടെ നിലനിർത്താനായിട്ടുള്ളൊരു വല്ലാത്തൊരു ശ്രമം ഉണ്ട്. അതൊന്നും നമുക്ക്, അല്ലേ, മാറ്റാൻ പറ്റുന്നതല്ല. അത് മനുഷ്യ സഹജമായ കാര്യമാണ്. ചിലർക്ക് കൂടുതലായിരിക്കും,
ചിലർക്ക് അത് കുറവായിരിക്കാം, ചിലപ്പം അങ്ങനെ കൂടിയും കുറഞ്ഞുമൊക്കെ നിൽക്കും ആ അധികാരത്തിനോടുള്ള കൊതി. എന്തായാലും അങ്ങനെ കാണും, കുറച്ചൊക്കെ കാണും എല്ലായിടത്തും അല്ലേ. അങ്ങനെ വിട്ടുകൊടുക്കുക, അധികാരം വിട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ മനപ്രയാസമാണ്. അധികാര വികേന്ദ്രീകരണം എന്നൊക്കെ പറയത്തില്ലേ, താഴെത്തട്ടിലോട്ട് അധികാരം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ഭയപ്പെടുന്ന, പലർക്കും അത് താല്പര്യമില്ലാത്തതാണ്. സെൻട്രലൈസ്ഡ് ആകാൻ, അല്ലെങ്കിൽ തൻ്റെ കീഴിൽ എല്ലാ അധികാരവും എല്ലാം തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ, ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ പ്രവൃത്തിയും തൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം, താൻ അറിഞ്ഞുകൊണ്ടായിരിക്കണം, തൻ്റെ കൺട്രോളിലായിരിക്കണം, തൻ്റെ ചിന്ത പോലെ ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ എല്ലായിടത്തും ഉണ്ട്, എല്ലാ മേഖലകളിലുമുണ്ട്. അത്തരം അല്ലേ, അങ്ങനെ ഒരു കഥ കൂടിയാണിത്. ഒരാളുടെ കഴിവ് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവിടെ. അപ്പോൾ മന്ത്രി ഇങ്ങനെ തടസ്സം നിൽക്കുകയാണ്. അയാളുടെ പേടി അയാളുടെ അധികാരം പോകുമെന്നുള്ളതാണ്. അപ്പോൾ അയാൾ ഓരോ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോഴും അത് വരട്ടെ, അതൊന്നും പോരാ, ഇനിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 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 നീട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെസ്സേജൊക്കെ തരുന്ന ഒരു ജാതക കഥയാണ്. അപ്പോൾ ബുദ്ധൻ്റെ പല അവതാരങ്ങളെന്ന് പറഞ്ഞില്ല, അങ്ങനെ അത്തരത്തിലുള്ളൊരു അവതാര കഥയാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? ഇന്നത്തെ ഒരു ചിന്തയും ഞാൻ പങ്കുവച്ചു, അതും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നിർത്തിയാലോ? ഇന്നത്തെ തൽക്കാലം നിർത്താം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറൊരു കഥയും കുറച്ച് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.